നമ്മൾ മലേഷ്യയിൽ നിന്ന് യാത്ര ചെയ്ത സ്ഥലങ്ങളെ പറ്റിയാണല്ലോ പറയുന്നത്. അമ്മമ്മ ഡൽഹി ചെല്ലുന്നു കഴിഞ്ഞാൽ എത്ര ദിവസമൊക്കെ താമസിക്കും? ഒരു തവണ പോയിട്ടുള്ളൂ? ഒരു തവണ പോയിട്ടുള്ളൂ. 2 ആഴ്ച ഒന്നുണ്ടായിരുന്നു. 2 ആഴ്ച ഞങ്ങളുടെ തോമസ് ഫറീസ് തിരുവല്ലക്കാരെ മോളുണ്ടായിരുന്നു, അവരുടെ ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജോർജൻ എന്ന് പറഞ്ഞ ആൻറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും. ഡൽഹി അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? പൊതുവെ ഡൽഹി നല്ലതാണ്. ഓൾഡ് ഡൽഹിയെല്ലാം ശരി, ഒരു ക്ലീൻ ഇല്ല. മലേഷ്യയായിട്ട് താരതമ്യം ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ ഏത് സ്ഥലമാണ് കുറച്ചുകൂടെ റിസംബിൾ? കേരളം തന്നെയാണ്. സെയിം ലാൻഡ്സ്കേപ്പാണ്. ശരി, സെയിം കേരളം. കേരളത്തിൽ എൻ്റെ കൂട്ടെല്ലാം കിട്ടും. ഒന്നും കേരളത്തിൽ കിട്ടുന്ന ഒരു സാധനം പോലും മലേഷ്യ കിട്ടില്ല. അവിടെ മുസ്ലിംസ് അല്ലേ കൂടുതലും മലേഷ്യ? നമ്മുടെ നിയമങ്ങളൊക്കെ ഗൾഫിലെ പോലൊക്കെ തന്നെയല്ലേ? വളരെ സ്ട്രിക്റ്റ് ഇല്ല. നമുക്ക് അത്രയും വലിയ പ്രോബ്ലം ഇല്ല. ശരി. നമുക്ക് അവിടുത്തെ മുസ്ലിം ആദ്യമേ ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ വളരെ നല്ലതായിരുന്നു, നല്ല ഇതായിരുന്നു. പക്ഷെങ്കിൽ ഇവരെന്തോ ചെയ്തു, അവരെ ഇത് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് എല്ലാം വാരി കൊടുത്ത് അവർ ലേസി ആക്കി. മനസ്സിലായി. കേരളത്തിലും ഇന്ത്യയിലും ജോലി ചെയ്യുന്ന ആൾക്കാരെ നോക്കുമ്പോൾ മലേഷ്യ പോയി ജോലി ചെയ്ത വ്യത്യാസം എന്താണ്? ചൈനീസ് വെരി ഹാർഡ് വർക്കിംഗ്. ശരി. അവര് എത്ര പണക്കാരാണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെ ബിസിനസ് ആയിരിക്കും കൂടുതൽ. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ അവരുടെ വേല ചെയ്യും. എല്ലാത്തിലും ഭയങ്കര സ്മാർട്ടാണ് ചൈനീസ്. അവരുടെ കയ്യില പണം മുഴുവനും അവരുടെ കയ്യില. എല്ലാം ബിസിനസ്സും പണവും എല്ലാം. അവരും ഇപ്പൊ എല്ലായിടത്തും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, വേറെ കൺട്രിയിലെല്ലാം മാറി താമസിക്കാൻ തുടങ്ങി. എന്നാൽ അവർക്ക് പോകാനൊക്കാത്തതുകൊണ്ട് അവർ ഒത്തിരി സ്ഥലങ്ങളെല്ലാം വാങ്ങിച്ചു. അത് ഭയങ്കര വിലയായില്ലേ. നമ്മുടെ ആൾക്കാർക്ക് നാട്ടിലെല്ലാരെയും ഹെൽപ്പ് ചെയ്യണം എന്തെല്ലാം. അതുകൊണ്ട് ആർക്കും അങ്ങനെ അത് തിരിച്ച് നാട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹം, അതുകൊണ്ട് ആരും അത്രയും സ്ഥലങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ വാങ്ങിക്കാൻ നോക്കിയപ്പോഴത്തേക്കൊന്നും കിട്ടാനില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ. അവിടുത്തെ ചൈനീസിന് 2-3 പിള്ളേരൊക്കെ ഇല്ലേ? നമ്മുടെ പോലെ ചൈൽഡ് പോളിസി അല്ല. ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ അവരതുപോലെ കരുതി അവർ ബിസിനസ്സാണ്, ഭയങ്കര ബിസിനസ്. ഇപ്പോഴുള്ളവർക്ക് 2-3 പിള്ളേരൊക്കെ ഉണ്ടല്ലേ. അവിടുത്തെ ഗവൺമെന്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ടോ? ഗവൺമെന്റ് കെയറിംഗ് ആണോ അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആണോ? ഒരു കെയറിംഗ് ഇല്ല, പബ്ലിക്കിനൊന്നുമില്ല. അവരുടെ ആൾക്കാർക്കുണ്ട്, ഔട്ട്സൈഡേഴ്സിനൊന്നുമില്ല. പക്ഷെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലെല്ലാം ഫ്രീയാ. അത് അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നുണ്ട്. നമുക്കും അതില് പാകവാക്കാക്കാം. ഡയബറ്റിക്, പ്രഷറിന് എല്ലാം മരുന്നും ഫ്രീയാ അവിടുത്തെ സിറ്റിസൺ ആയിട്ടുള്ളവർക്ക്. അവിടെ അഡ്മിറ്റ് ചെയ്ത് പക്ഷെങ്കിൽ വെരി സ്ലോ ആയിരിക്കും. അല്ലാതെ ഉള്ളൂ. നമുക്ക് ഹെൽത്ത് കെയറിനൊക്കെ ഇൻഷുറൻസോ അങ്ങനെ വല്ലതും? ഭയങ്കരം. ഞാൻ എടുത്തിട്ടില്ല. ഭയങ്കര ഭയങ്കര. ശരി. അത് ആനുവൽ പോളിസിക്ക് ഭയങ്കര ഇതാ. ഞാൻ പറഞ്ഞു എനിക്കങ്ങ് വേണ്ട, ദൈവം ശരി. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ. ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ് എവിടെ പോയാലും ദൈവം. എന്നാലും കുറച്ചൊക്കെ കൺട്രോൾ വേണമല്ലോ. തൊട്ടടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റല്. നമ്മുടെ വീട്ടിന് ചുറ്റും പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റലും. ശരി. ഈ നമ്മുടെ മക്കളെല്ലാം അവിടെ അല്ലേ പഠിച്ചത്? ആ സിസ്റ്റം ഇവിടെ അമേരിക്ക വരാൻ ബെറ്റർ ആയിട്ട് തോന്നിയോ? അതോ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ആണോ ബെറ്റർ? ഇന്ത്യയിലെ മലേഷ്യയിലെ എഡ്യൂക്കേഷന് 69 വരെ ഒത്തിരി നല്ലതായിരുന്നു. ഒത്തിരി എൻ്റെ ഹസ്ബൻഡൊക്കെ പഠിക്കുന്ന കാലത്ത് നല്ല ഇതായിരുന്നു. പക്ഷേ അവർ ഈ ഭാഷ മലേഷ്യ മാറ്റി. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാവരും മാറ്റി. ഒരേ ഒരു സബ്ജക്റ്റ് മാത്രം പിന്നെ മലയാളി ഇംഗ്ലീഷ് ആക്കിയിട്ട് മറ്റേ മുഴുവൻ മാത്സ്, സയൻസ് എല്ലാം മലയാളിയിലാക്കി. അതുപോലെ നമ്മുടെ പിള്ളേർക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കൊടുക്കുന്നതൊക്കെ വളരെ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് കൊടുക്കുന്നത്. നമ്മുടെ പിള്ളേർക്ക് ആവശ്യമുള്ളത് കൊടുക്കത്തില്ല. അതുകൊണ്ട് പിള്ളേരെ ഓരോരുത്തരും അങ്ങനെ വെളിയിൽ നാട്ടിൽ വിടാൻ തുടങ്ങിയത്. എല്ലാവരും വെളിയിൽ പോയി പഠിക്കാൻ തുടങ്ങി. അമ്മാമ അമേരിക്ക വരുമ്പോൾ ഈ ലെഷർ ടൈം എങ്ങനെയാണ് കൂടുതൽ ചിലവാക്കുന്നത്? മക്കളോടൊക്കെയാണ്, കൊച്ചുമക്കളോടായിരിക്കും. എന്നാലും കൂടുതൽ ടൈമും എല്ലാം പള്ളിയിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഫ്രൈഡേ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ ഉണ്ടല്ലോ, അതിന് പോകും. പിന്നെ എല്ലാ സൺഡേയും പോകും. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോകും. പിന്നെ പിള്ളേരെ അങ്ങോട്ടും കൊണ്ടുപോയി അവരുടെ വീക്കെൻഡ് പ്രോഗ്രാമിലൊക്കെ അവിടെ പോകും. ഡാലസിന് പോകാറുണ്ടോ? പോയിട്ട് വന്നതേ ഉള്ളൂ. ഓക്കെ. എങ്ങനെ പോകുന്ന? ബൈക്ക്? പിള്ളേർ ആരെങ്കിലും കൊണ്ടുവരും? ബസ്സിന് പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പോകാറില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? അന്നോട് വന്ന് കൊണ്ടുവരും. അല്ലെങ്കിൽ ഓക്കെ. അങ്ങനെ
നമുക്ക് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ആയിട്ടല്ലേ ഒരു വർഷത്തിൽ ഒരു 4 months 6 months ഒക്കെ അല്ലേ അമേരിക്ക നിൽക്കുന്നത്? 6 months വെക്കും. 6 months ലൈഫിൽ എന്താ നാട്ടിൽ പോയാലുള്ള ഒരു കുറവായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത്? സോറി, മലേഷ്യ ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല. പഴയ ഫ്രണ്ട്സും എനർജറ്റിക് ഒത്തിരി ഇമ്പോർട്ടന്റ്. ഓക്കെ ഓക്കെ. എല്ലാം നമുക്ക് പണ്ടത്തെ പരിചയക്കാരും പക്ഷെ എല്ലാവരും പോയി, നമ്മുടെ വയസ്സുള്ളവരും പഴയ കൂട്ടി, എന്നാലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരൊക്കെ അറിയുന്നവരും. അവിടെ ഫുഡ് അമ്മമ്മയ്ക്ക് ഉണ്ടാക്കേണ്ടി വരുമോ, അതോ ഇതുപോലെ ഡോർ ഡെലിവറി സിസ്റ്റം, ഡോർ ഡാഷ് സിസ്റ്റം ഒക്കെ എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ ഞാൻ 1 time ഒക്കെ ഉണ്ടാക്കിയാലേ അത് 3 days ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ. എന്റെ 2 സിസ്റ്ററിലും അടുത്താ താമസം. സിസ്റ്റേഴ്സ് ഞങ്ങളുടെ ഹൗസിംഗ് ഏരിയയിൽ തന്നെയാണ് 2 പേര്. എപ്പോഴും കമ്മ്യൂണിക്കേഷനിലുണ്ട്. പിന്നെ ഞങ്ങളുടെ മലയാളികളുടെ ഒരു 10-15 ഫാമിലി ഉണ്ട് നമ്മുടെ ഹൗസിംഗ് എസ്റ്റേറ്റ്. ഈ അമ്മാമയ്ക്ക് എങ്ങനെ ഈ കമ്പ്യൂട്ടറിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒന്നും അറിയത്തില്ല, കൂടുതലൊന്നും പഠിക്കത്തില്ല. ഇല്ല, ആരോ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ തന്നെ ഇരിക്കുമ്പോ ഇത് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണോ അല്ലെങ്കിൽ? ഞാനതൊന്നും ചെയ്തില്ല. നമ്മുടെ പള്ളിക്കാരൊക്കെ വളരെ പറഞ്ഞ ആരും അവർ ചെയ്തു തരും. ചെയ്യാൻ നമുക്ക് ഇഷ്ടംപോലെ. ഞാൻ ചോദിച്ചതല്ല, അമ്മാമ ഒരു മാത്സുകാരി ആയതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ഓക്കെ. അമ്മാമ, ഞാൻ ഈ ഇവിടെ ഉള്ള യങ്സ്റ്റേഴ്സിനോട് അമ്മാമയ്ക്ക് എന്താ ഒരു അമേരിക്ക പഠിക്കാൻ വരുന്നവരോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള യങ്സ്റ്റേഴ്സ് ബോയ്സ് ഹു ആർ ഗ്രോയിങ് അപ്പ്, എന്തോ ഒരു അമ്മാമയ്ക്ക് ലൈഫ് സ്റ്റൈലിൽ എന്തോ ഫോളോ ചെയ്യണമെന്ന് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും? അവര് ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ എങ്ങും തെറ്റിപ്പോകത്തില്ല. അതാ ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ സ്നേഹം, കുഞ്ഞുങ്ങൾ കുടുംബത്തോട് സ്നേഹം ഉണ്ടെങ്കിലും വഴിതെറ്റിപ്പോകാൻ ഒരു സാധ്യമില്ല. അവരോർക്കും എപ്പോഴും അവർ മാതാപിതാക്കൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് ഓർത്തില്ലെങ്കിലും ഒരു സമയത്ത് അവർ ഓർക്കും, തീർച്ചയായിട്ടും അവർ ഓർക്കും. എന്റെ മാതാപിതാക്കൾ എന്നെ എങ്ങനെയാണല്ലോ വളർത്തിയത്, അവർ എത്ര കരുതിയാ എന്നെ വളർത്തിയത്. നമ്മുടെ മക്കള് പ്രായമായെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? ഇൻക്ലൂഡിങ് മീ. ഇപ്പോഴും ഞാൻ എന്തുവേലും ഇതോടെ എനിക്ക് ഇഷ്ടമല്ലാത്ത ചെയ്താ ഞാൻ വഴക്ക് പറയും. അത് ഞങ്ങൾ അമ്മയുള്ളപ്പോഴും അല്ലേ? അമ്മമാരുടെ ഇറ്റ് ഈസ് ദെയർ പവർ, അതെ അതെ, മക്കളെ വളർത്താൻ. അത് തിരിച്ചു പറയത്തില്ലെന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്തുവേലും തെറ്റ് കണ്ടാ പറയും. അവര് പറയും അമ്മച്ചി അങ്ങനെ നല്ലത് പറയും. ഇറ്റ് ഹാപ്പൻസ്, നോ പ്രോബ്ലം. അമ്മച്ചി ഇത്രയും സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണം. പക്ഷെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ ഈ ട്രിപ്പിനെ പറ്റിയാണ്. അത് ഒരു വളരെ സന്തോഷമായി. ഒരു മിനിറ്റ്, അത് നമുക്ക് അടുത്ത ഒരു ബ്ലോഗിൽ പറയാവേ.